ഹായ് ഫ്രണ്ട്സ്, 5ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിൻ്റെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ആദ്യം നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം. യെസ്, എന്താണ് ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് കൂൾ ഓഫ് ടൈം ആണ് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കാനും എങ്ങനെയൊക്കെയാണ് ആൻസേഴ്സ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനൊക്കെയുള്ള സമയമാണ്. ദെൻ ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ. ഉത്തരം എഴുതുമ്പോൾ സ്കോറ്, സമയം ഇവ പരിഗണിക്കണം. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതുന്ന സമയത്ത് അതിന് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ ചോദ്യത്തിന് എത്ര സ്കോറാണ് വരുന്നത്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് നോക്കിയിട്ട് വേണം, അതിനനുസരിച്ച് വേണം നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട്. പ്രവർത്തനം 1. ഇവിടെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട് അല്ലേ? അതെന്താന്ന് വായിക്കാം. കേരളത്തിൽ വളരെയധികം നാടൻ കളികളുണ്ട്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായുള്ള വളർച്ചയ്ക്ക് നാടൻ കളികൾ ഏറെ പ്രയോജനപ്രദമായിരുന്നു. കുഴിപ്പന്തു കളിക്ക് തെങ്ങോല കൊണ്ട് പന്തുണ്ടാക്കി ഉപയോഗിക്കുന്നു. കളിക്കുന്ന കുട്ടികൾക്ക് ഓരോ ചെറിയ കുഴി ഒരേ വലുപ്പത്തിൽ നേർരേഖയിൽ ഉണ്ടാക്കുന്നു. കുഴികളുടെ രണ്ടറ്റത്തായി 2 പേർ നിൽക്കുന്നു. ഒരാൾ കുഴിക്ക് മുകളിലൂടെ പന്തുരുട്ടുമ്പോൾ ആരുടെ കുഴിയിൽ വീണോ ആ ആൾക്ക് ആ പന്തെടുത്ത് മറ്റുള്ളവരെ എറിയാം. ഏറുകൊണ്ട ആൾ അടുത്തയാളെ ഉന്നം വയ്ക്കുന്നു. വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇവിടെ ഈ പാരഗ്രാഫിൽ നാടൻ കളികളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഇവിടെ ഒരു കളിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് കളിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ വിശദമായി കൊടുത്തിട്ടുള്ളത്. തന്നെ ഇവിടെ ഈ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളോട് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം എന്താ? ഇവിടെ ഏതു കളിയെക്കുറിച്ചാണ് പറയുന്നത്? ഏത് കളിയെക്കുറിച്ചാണ് ഇവിടെ കൊടുക്കുന്നുണ്ട്? കുഴിപ്പന്തു കളി അല്ലേ? കുഴിപ്പന്തു കളിയെക്കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ബി, ശീർഷകം നൽകൂ. ഈ ഒരു കുറിപ്പിന്, ഈ ഒരു പാരഗ്രാഫിന് ഒരു ഹെഡിങ് കൊടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഹെഡിങ് കൊടുക്കാൻ സിമ്പിളാണ് അല്ലേ? ഈ ഒരു പാരഗ്രാഫിൽ, ഈ ഒരു കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണോ, മെയിനായിട്ട് എന്ത് കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് അത് തന്നെ ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി. ഇവിടെ നാടൻ കളിയെക്കുറിച്ചാണ് പറയുന്നത്. സോ നമുക്ക് നാടൻ കളി എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നാടൻ കളികൾ കൊണ്ടുള്ള പ്രയോജനം എന്ത്? എന്താണ് നാടൻ കളികൾ കൊണ്ടുള്ള പ്രയോജനം? ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായുള്ള വളർച്ചയ്ക്ക് നാടൻ കളികൾ ഏറെ പ്രയോജനപ്രദമാകുന്നു എന്ന് ഇവിടെ ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ അതന്നെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. അടുത്തത്, ഈ കളിക്ക് പറ്റുന്ന 2 നിയമാവലി തയ്യാറാക്കൂ. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ എഴുതാം? തെങ്ങോല കൊണ്ടുള്ള പന്താണ് ഉപയോഗിക്കേണ്ടത്. ദെൻ അടുത്ത പോയിന്റ് ആയിട്ട്, കളിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ ചെറിയ കുഴി ഒരേ വലുപ്പത്തിൽ നേർരേഖയിൽ ഉണ്ടാക്കണം. ഓക്കെ, ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്ന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ചോദ്യം എക്സാമിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പ്രവർത്തനം 2 ആണ്. കാട്ടിൽ പോയി പക്ഷികളെയും മൃഗങ്ങളെയുമെല്ലാം കളിക്കൂട്ടുകാരാക്കി കളിക്കുന്ന കണ്ണനെയും കൂട്ടുകാരെയും നിങ്ങൾ കണ്ടുവല്ലോ. പ്രകൃതിയെ അടുത്തറിഞ്ഞു കളിക്കുന്ന അവരെ പോലെ കളിക്കാൻ ഇക്കാലത്തെ കുട്ടികൾ താഴെ തന്നിരിക്കുന്ന ഒരു കവിതാ ശകലം കൂടി പരിഗണിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. താഴെ ഒരു കവിത തന്നിട്ടുണ്ട്. എന്താണ്? നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. എടപ്പാൾ സി സുബ്രഹ്മണ്യൻ്റെ വരികളാണ് തന്നിട്ടുള്ളത് അല്ലേ?
നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള കണ്ണനും അവൻ്റെ കൂട്ടുകാരും പ്രകൃതിയെ അടുത്തിറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് അവർ കളിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണോ കളിക്കുന്നത്? അങ്ങനെ കളിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഈ കവിതയെ കൂടി പരിഗണിച്ച് ഒരു കുറിപ്പാക്കിയിട്ട് എഴുതാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? പ്രകൃതിയെ അടുത്തറിഞ്ഞ് പ്രകൃതിയുടെ ഭാഗമായാണ് കണ്ണനും കൂട്ടുകാരും കളിക്കുന്നത്. കാട്ടിൽ പക്ഷി മൃഗാദികളോടൊപ്പം അവർ കളിച്ച് രസിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നിനും നേരമില്ല. കളിക്കാനോ കളി പറയാനോ മരം കയറാനോ ഊഞ്ഞാലാടാനോ അവർക്ക് നേരമില്ലാതായിരിക്കുന്നു. പഠന സമ്മർദ്ദവും ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ അമിതോപയോഗവും ആധുനിക കാലത്തെ കുട്ടികളെ മറ്റൊന്നിനും സമയമില്ലാത്തവരാക്കി മാറ്റിയിരിക്കുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനോ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിനോ പ്രകൃതിയെ അടുത്തറിയുന്നതിനോ കുട്ടികൾക്ക് സമയമില്ലാതായി. അവരെ സംബന്ധിച്ചിടത്തോളം കളി എന്നത് കമ്പ്യൂട്ടർ ഗെയിമുകൾ മാത്രമായി. ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഭാവിയിൽ മാനസികമായും ശാരീരികമായും അനാരോഗ്യമുള്ളവരായിത്തീരും. പുറത്തിറങ്ങി കളിക്കുന്നതിലൂടെയാണ് കുട്ടികൾ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. കൂട്ടം കൂടിയുള്ള കളികളിലൂടെ കിട്ടുന്ന അറിവുകൾ പിന്നീടുള്ള ജീവിതത്തിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. ഓക്കെ, കണ്ടല്ലോ അല്ലേ? ഇതുപോലെ സിമ്പിളായിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതിയാൽ മതി. ഇതുപോലെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം. അടുത്ത പ്രവർത്തനം, കാട്ടിൽ കൂട്ടുകാരോടൊപ്പം നടത്തിയ കളികളെക്കുറിച്ച് കണ്ണൻ വീട്ടിലെത്തി അമ്മയോട് വിവരിച്ചത് ഒരു വർണ്ണനയായി എഴുതൂ. എന്താണ് ആ കാട്ടിൽ കൂട്ടുകാരോടൊപ്പം കണ്ണൻ കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ കാര്യങ്ങൾ, എന്തെല്ലാം കളികളാണ് അവൻ കളിച്ചിട്ടുള്ളത് എന്ന് അമ്മയോട് വിവരിച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങളോട് ഒരു വർണ്ണനയാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ കളികളാണ് അവരവിടെ കളിച്ചിട്ടുള്ളത്? മയിലുകൾ കൂകുമ്പോൾ അതുപോലെ കൂകിയും കുയിലുകൾ പാടുമ്പോൾ അതുപോലെ പാടിയും ഞങ്ങൾ കളിച്ചു. വെയിലത്ത് പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ പിടിക്കാൻ പോയും അരയന്നങ്ങൾ കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ അതിനനുസരിച്ച് നടന്നും കുറേ സമയം അവിടെ കളിച്ചു. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ കാട്ടിൽ കേൾക്കുന്ന ആ മാറ്റൊലി ശബ്ദത്തോട് സംസാരിച്ചു. മരത്തിൽ കയറുന്ന കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചു. ഇതൊക്കെയാണ് അവരവിടെ കളിച്ചിട്ടുള്ളത് അല്ലേ? ഇതൊക്കെയാണ് നിങ്ങൾ വർണ്ണനയിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതുക. താഴെ 2 വാക്കുകൾ തന്നിട്ടുണ്ട്, നന്ദി അതുപോലെ കന്നുകൾ. ഈ 2 വാക്കുകളും നാളെ ടെക്സ്റ്റ് ബുക്കിലെ കാട്ടിലെ കളി എന്ന ആ പദ്യഭാഗത്ത് വരുന്ന വാക്കുകളാണ്. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? നന്ദി എന്ന വാക്കിൻ്റെ അർത്ഥം വിചാരിച്ചു അല്ലെങ്കിൽ പറഞ്ഞു എന്നാണ്. അതുപോലെ കന്നുകൾ എന്നതിൻ്റെ അർത്ഥം കന്നുകാലികൾ എന്നാണ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പദ്യഭാഗത്ത് വരുന്ന ഇതുപോലെയുള്ള വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെ എങ്ങാനും എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ആ മാർക്ക് വെറുതെ കളയണ്ടല്ലോ. അടുത്തത്, ടോമോയിലെ കായികമേളയുടെ പ്രത്യേക ഇനങ്ങൾ നമുക്കറിയാമല്ലോ. അതിനായി അവർ ഒരു പോസ്റ്ററും തയ്യാറാക്കിയിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഒരു മാതൃക തയ്യാറാക്കൂ. ഏതൊക്കെയാണ് അവിടെയുള്ള പ്രത്യേകമായിട്ടുള്ള കളികൾ? മീൻവായിലൂടെ കയറിയുള്ള ഓട്ടം, അതുപോലെ എന്താണ് മാസ്റ്ററുടെയും മറ്റ് അധ്യാപകരും ചേർന്നിട്ടുള്ള വടംവലി മത്സരം, അതുപോലെ എന്താണ് റിലേ മത്സരം അല്ലേ? അതുപോലെ അവർക്ക് നൽകുന്ന ട്രോഫികൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തടിയൻ ചേന, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ഒരു പിടി ചീര. ഓക്കെ, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നല്ല ഭംഗിയിൽ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കാൻ. സോ അവിടെയുള്ള കളികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ആ കളികളുടെയൊക്കെ പേരുകൾ എഴുതുക. എന്നിട്ട് കഴിയുമെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് ചെറിയ രീതിയിൽ അതിൻ്റെ ചിത്രങ്ങൾ നല്ല മനോഹരമായിട്ട് വരയ്ക്കുക. നൽകുന്ന സമ്മാനങ്ങൾ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? ആ സമ്മാനങ്ങളുടെ ചിത്രങ്ങളും നിങ്ങൾ അവിടെ വരയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്തു എഴുതാൻ തുടങ്ങി. മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ.
ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇതുപോലെ ഡയറി എഴുതാനൊക്കെ എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഡയറി എഴുതുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഡേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു സൈഡിലായിട്ട് ഡേറ്റ് ഏതാണ് ഡയറി എഴുതുന്ന ദിവസത്തെ ഡേറ്റ് അവിടെ കൊടുക്കുക. ദെൻ അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫീൽ ചെയ്തു എന്നൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു ബോക്സ്, ഒരു കള്ളി വരച്ച് അതിനുള്ളിലാക്കിയിട്ട് വേണം ഡയറി എഴുതാൻ. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഡയറിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സാമിന് വരുമ്പോൾ വേറെ എന്തെങ്കിലും ടോപ്പിക് ആയിരിക്കും മിക്കവാറും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരിക. ഇവിടെ ആൻസർ എന്താണ് എഴുതിയിട്ടുള്ളത്? ഫസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ചൂട് അല്പം കുറഞ്ഞ സമയമായിരുന്നു. തലേ ദിവസം ഒരു ചെറിയ മഴ പെയ്തിരുന്നതുകൊണ്ട് പൊടിയെല്ലാം കുറച്ചൊക്കെ ഇല്ല എന്ന് പറയാം. ഞങ്ങൾ പന്ത് കളിക്കാൻ ഒരുക്കങ്ങൾ കൂട്ടി. 5 പേർ വീതം 2 ടീമിലും. പ്രകാശൻ പന്ത് കിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സുമംഗല ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ഓടി വരുന്നത് കണ്ടത്. ഓടി വരുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നത് കേട്ടു, നിൽക്ക്, എന്നെയും കൂടി കളിക്കു കൂട്ട്. അവൾ അടുത്തെത്തിയപ്പോൾ പ്രകാശൻ പറഞ്ഞു, നീ വീട്ടിലേക്ക് പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കും. അത് കേട്ടപ്പോൾ അവൾ വളരെ വിഷമിച്ചു. ഞാൻ ഈ വിവരം അമ്മയോട് പറഞ്ഞു. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ഒരു പത്രപ്രവർത്തകയായി മാറിയത് എങ്ങനെയെന്നും അതിൽ അച്ഛൻ്റെ പിന്തുണ എത്ര വലുതായിരുന്നുവെന്നും എനിക്ക് മനസ്സിലായി. പ്രകാശൻ ചെയ്തത് ശരിയല്ല എന്നു തന്നെയാണ് എൻ്റെ തോന്നൽ. ഓക്കെ, അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഇതുപോലെയൊക്കെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. അല്ലാതെ രാവിലെ എണീറ്റു, ഭക്ഷണം കഴിച്ചു, അങ്ങനെയൊന്നും എഴുതിയിട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. എന്താണോ ആ ദിവസം നടന്നിട്ടുള്ള മെയിൻ സംഭവം അത് മാത്രം ഉൾപ്പെടുത്തിയിട്ട് എഴുതിയാൽ മതി. ഇനി അടുത്ത പ്രവർത്തനം, ഉൾച്ചേർന്ന പദങ്ങൾ കണ്ടെത്തൂ. 2 വാക്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാമതെത്തി, അതുപോലെ ഇളകിയാടുക. ഒന്നാമതെത്തിയിൽ ഉൾച്ചേർന്ന പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്, അതുപോലെ എത്തി. ഈ 2 പദങ്ങൾ കൂടുമ്പോഴാണ് ഒന്നാമതെത്തി ഉണ്ടാകുന്നത്. സോ ഏതൊക്കെയാണ്? ഒന്നാമത് പ്ലസ് എത്തി. ഇളകിയാടുക എന്ന വാക്യത്തിൽ ഇളകി, അതുപോലെ ആടുക എന്ന 2 പദങ്ങളാണ് ചേർന്നിട്ടുള്ളത്. ദെൻ അടുത്തത് കേകി എന്ന പദത്തിൻ്റെ ഒരു പകരപദം എഴുതൂ. കേകി എന്ന പദത്തിൻ്റെ പകരപദം ഏതാണ്? യെസ്, മയിൽ എന്നതാണ് അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് കൃഷ്ണഗാഥയുടെ കർത്താവാര് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറുശ്ശേരിയാണ്. അടുത്തത് ടോട്ടോ ചാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര് ആരാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ടോട്ടോ ചാൻ വിവർത്തനം ചെയ്തത് അൻവർ അലിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത പ്രവർത്തനം, ടോമോയിലെ കായികമേളയുടെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, എന്തൊക്കെയായിരുന്നു ടോമോയിലെ കായികമേളകളുടെ പ്രത്യേകതകൾ? അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, എക്സാമിന് ഉത്തരം എഴുതാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, സോ നമുക്കിവിടെ ഉത്തരം എഴുതാം. ടോമോയിലെ കായികമേളയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മീൻ വായിലൂടെ കയറിയുള്ള ഓട്ടമായിരുന്നു. ഒരു വലിയ മീനിൻ്റെ രൂപം, അതിൻ്റെ വായിലൂടെ കയറി വാലറ്റത്തിലൂടെ പുറത്തിറങ്ങുന്നതാണ് കളി. പിന്നീടുള്ളത് കൊബായഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും ചേർന്നുള്ള വടംവലി മത്സരമാണ്. മത്സരം നിയന്ത്രിക്കുന്ന ചുമതല കുട്ടികൾക്ക് നൽകിയിരുന്നു. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് റിലേ മത്സരവും നടന്നു. അതുപോലെ ട്രോഫികളും ഷീൽഡും പണവും ഒന്നുമല്ല മാസ്റ്റർ സമ്മാനമായി നൽകിയിരുന്നത്. തടിയൻ ചേന, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ഒരു പിടി ചീര എന്നിവയൊക്കെയായിരുന്നു സമ്മാനങ്ങൾ.